നമസ്കാരം. ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് അമിത്ഷാ ചെന്നൈയിലെത്തുകയും അവിടെ വെച്ച് 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം തമിഴ്നാട്ടിൽ ഒരു സഖ്യകക്ഷി സർക്കാർ NDA മുന്നണി സർക്കാർ അധികാരത്തിൽ വരും എന്ന് പ്രഖ്യാപിച്ചത്. ആ പ്രഖ്യാപനം വെറുമൊരു പ്രഖ്യാപനമായിരുന്നില്ല, അതൊരു ചരിത്ര പ്രഖ്യാപനമായിരുന്നു. അണ്ണാമലൈ അവിടെ എത്തുന്നത് BJP സംസ്ഥാന അധ്യക്ഷനെ തീരുമാനിക്കാൻ മാത്രമായിരുന്നില്ല, അവിടെ NDA മുന്നണിക്ക് രൂപം നൽകാനും കൂടിയായിരുന്നു. AIADMK NDAയിൽ ഇല്ലായിരുന്നു. അമിത്ഷായുടെ വരവോടുകൂടി ആ ചർച്ചകളോടുകൂടി AIADMK NDAയിലേക്ക് വരുന്നു. AIADMKക്ക് അണ്ണാമലയുമായി ചില പ്രശ്നങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ അണ്ണാമലയെ സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറ്റി കേന്ദ്ര നേതൃത്വത്തിലേക്ക് നിയോഗിക്കുന്നു. തുടർന്നാണ് അമിത്ഷായുടെ ആ പ്രഖ്യാപനം വന്നത്. 2026 തെരഞ്ഞെടുപ്പിൽ തമിഴ്നാട്ടിൽ ഒരു NDA മുന്നണി സർക്കാർ ഉണ്ടാകും എന്ന് പ്രഖ്യാപിച്ചത്. ഉടനെ ഒട്ടും താമസിക്കാതെ തന്നെ DMKയുടെ നേതാവായ എടപ്പാടി പളനിസ്വാമി ആ അമിത്ഷായുടെ പ്രസ്താവനയെ തിരസ്കരിക്കുകയാണ് ചെയ്തത്. ഇങ്ങനെ ഒരു മുന്നണി സർക്കാരൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല, DMK സർക്കാർ ആയിരിക്കും 2026 ശേഷം തമിഴ്നാട് ഭരിക്കുക എന്ന് പറഞ്ഞാൽ DMK മുന്നണിക്ക് പുറത്തു പോകാൻ പോവുകയാണ് എന്നാണോ? അല്ല, അങ്ങനെയല്ല. തമിഴ്നാടിൻ്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ ഒരു വലിയ പ്രത്യേകതയുണ്ട്. ഈ പ്രത്യേകത കാരണമാണ് അണ്ണാമലൈ ഈ DMKയെ ഒപ്പം കൂട്ടണ്ട, BJP തമിഴ്നാട്ടിൽ തനിച്ച് നിന്നാൽ മതി എന്ന നിലപാടെടുത്തത്. എന്നാൽ ഇപ്പോൾ രാഷ്ട്രീയ സാഹചര്യങ്ങൾ മാറിയിരിക്കുകയാണ്. DMKക്കെതിരെ ശക്തമായ വികാരം തമിഴ്നാട്ടിലുണ്ട്. മാത്രമല്ല, ചലച്ചിത്ര നടൻ വിജയുടെ നേതൃത്വത്തിൽ മറ്റൊരു പാർട്ടി അവിടെ രൂപീകരിക്കപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇപ്പുറത്ത് ഒരു വലിയ മുന്നണി ഉണ്ടാക്കിയാൽ തീർച്ചയായും സ്റ്റാലിൻ സർക്കാരിനെ കടപുഴക്കി എറിയാൻ സാധിക്കും. അവിടെ DMKയുടെ നേതൃത്വത്തിൽ ഒരു NDA സർക്കാർ രൂപീകരിക്കാനും സാധിക്കും, ആന്ധ്രാപ്രദേശ് മോഡലിൽ എന്ന് അമിത്ഷാ കണക്കുകൂട്ടുന്നു. അങ്ങനെയാണ് അമിത്ഷായുടെ തന്ത്രം അല്ലെങ്കിൽ അമിത്ഷായുടെ പദ്ധതി തമിഴ്നാട്ടിൽ നടപ്പിലാകുന്നത്. പക്ഷേ എന്താണ് തമിഴ്നാടിൻ്റെ ആ രാഷ്ട്രീയ പ്രത്യേകത എന്ന് ചോദിച്ചാൽ തീർച്ചയായും അണ്ണാമലൈ ആയിരുന്നോ ശരി എന്ന് നമ്മൾ ചിന്തിച്ചു പോകും. കാരണം തമിഴ്നാട്ടിൽ മുന്നണിയുണ്ട്. DMKയുടെയും AIADMKയുടെയും നേതൃത്വത്തിൽ 2 മുന്നണികളുണ്ട്. ഈ മുന്നണികളിൽ ഉള്ള സഖ്യകക്ഷികൾ അല്ലെങ്കിൽ ഈ സഖ്യകക്ഷികളുടെ ഭാഗമായി ദേശീയ പാർട്ടികളായ കോൺഗ്രസും BJPയും ഉണ്ടാവും. DMKയും അതുപോലെ തന്നെ DMKയും വിവിധ കാലഘട്ടങ്ങളിൽ കോൺഗ്രസുമായും BJPയുമായിട്ടുമൊക്കെ സഖ്യമുണ്ടാക്കിയിട്ടുണ്ട്. പക്ഷേ ഈ സഖ്യം തെരഞ്ഞെടുപ്പ് വിജയിക്കാൻ മാത്രമാണ്. കാരണം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ DMKയുമായും അല്ലെങ്കിൽ DMKയുമായും ഒരുമിച്ച് ചേർന്ന് കോൺഗ്രസിനും BJPക്കും ഒക്കെ MPമാരുണ്ടാകും. കേന്ദ്ര മന്ത്രിസഭയിൽ ഈ പറയുന്ന 2 ദ്രാവിഡ പാർട്ടികൾക്കും പല കാലഘട്ടങ്ങളിൽ മന്ത്രിമാരും ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഈ പറയുന്ന മുന്നണിക്കകത്തുള്ള കോൺഗ്രസിനോ BJPക്കോ MLAമാരെ ലഭിക്കും. പക്ഷേ ഈ MLAമാരേക്ക് ഒരിക്കലും മന്ത്രിസ്ഥാനം നൽകുകയില്ല എന്നുള്ളതാണ് തമിഴ്നാടിൻ്റെ പ്രത്യേകത. ജയിച്ചു വന്നു കഴിഞ്ഞാൽ ഒന്നുകിൽ DMK മന്ത്രിസഭ അല്ലെങ്കിൽ AIADMK മന്ത്രിസഭ, ഇവർക്ക് പിന്തുണ കൊടുത്തവരെല്ലാം സർക്കാരിന് പുറത്തു നിന്നുകൊള്ളണം എന്നൊരു ആചാരം ഈ തമിഴ്നാട് രാഷ്ട്രീയത്തിലുണ്ട്. ഈ ആചാരത്തിനാണ് അമിത്ഷാ അറുതി വരുത്താൻ വേണ്ടി ആ പ്രഖ്യാപനം അന്ന് നടത്തിയത്. ചെന്നൈയിൽ അദ്ദേഹം പ്രഖ്യാപിച്ചത് അടുത്ത തവണ സഖ്യ സർക്കാർ ആയിരിക്കും, NDA സർക്കാർ ആയിരിക്കും എന്ന് പ്രഖ്യാപിച്ചത്. പക്ഷേ ഉടൻ തന്നെ DMKക്ക് അത് തിരസ്കരിക്കേണ്ടി വന്നു. അതിനും പ്രത്യേക കാരണങ്ങളുണ്ട്. അതിലൊന്നാമത്തെ കാരണം എന്നത് ഇപ്പോൾ DMKയുടെ സ്റ്റാലിൻ തമിഴ് അഭിമാനം അല്ലെങ്കിൽ തമിഴ് ഭാഷ, ഹിന്ദി അടിച്ചേൽപ്പിക്കുന്നു, തമിഴ്നാടിനെ ഒരു അടിച്ചമർത്തി ഭരിക്കാൻ ശ്രമിക്കുന്നു, അല്ലെങ്കിൽ ദില്ലിയുടെ കീഴിൽ നിൽക്കാൻ തമിഴ്നാടിന് കഴിയില്ല എന്നൊക്കെയുള്ള ഒരു തമിഴ് അഭിമാനം വാനോളം ഉയർത്തിക്കൊണ്ടുള്ള ചില പ്രവർത്തനങ്ങളാണ് ഇദ്ദേഹം നടത്തുന്നത്. അപ്പോൾ ദില്ലി ദർബാറിൽ ചേർന്ന് അവരുടെ അതിഥിയായി അല്ലെങ്കിൽ അവരുടെ കീഴിൽ നിൽക്കുന്ന ഒരു മന്ത്രിസഭ അല്ലെങ്കിൽ ഒരു കൂട്ടുകക്ഷി മന്ത്രിസഭ ഇവിടെ വരുന്നു എന്ന് പറഞ്ഞാൽ തീർച്ചയായും അതൊരു പൊളിറ്റിക്കൽ സൂയിസൈഡാണ് എന്ന് DMK വിലയിരുത്തുന്നുണ്ട്. മാത്രമല്ല BJP അവർക്ക് ഭയവുമുണ്ട്. BJPയെ സർക്കാരിനൊപ്പം നിർത്തിയാൽ BJP അത്രമാത്രം അഗ്രസീവാണ്. സമൂഹ മാധ്യമങ്ങളിലൊക്കെ അവർക്ക് വലിയ മേൽക്കൈയുണ്ട്. ഇതെല്ലാം ഉപയോഗിച്ചുകൊണ്ട് സംസ്ഥാനത്ത് ഈ പ്രാദേശിക പാർട്ടികളെയൊക്കെ ഒതുക്കി സംസ്ഥാനത്ത് കരുത്താർജിക്കാൻ BJP ശ്രമിക്കും. മഹാരാഷ്ട്രയിലും അതുപോലെ തന്നെ മറ്റു പല സംസ്ഥാനങ്ങളിലുമൊക്കെ കണ്ടത് അതാണ് കാണുന്നത്. മാത്രമല്ല ഈ പറയുന്ന NCPയെയും അതോടൊപ്പം തന്നെ ശിവസേനയെ പോലും പുലർത്തി BJP അവിടെ രാഷ്ട്രീയ നേട്ടം കൊയ്യുന്നു. അതുകൊണ്ട് തന്നെ DMKയെയും ഇനി നാളെ BJP പിളർത്തില്ല എന്താണ് ഉറപ്പ് എന്നൊരു ഭയമുണ്ട്. കാരണം DMKയിൽ ഇപ്പോൾ തന്നെ 2 പക്ഷമുണ്ട്. O പനീർസെൽവം പക്ഷവും അതുപോലെ തന്നെ എടപ്പാടി പളനിസ്വാമി പക്ഷവും, ഇങ്ങനെ 2 പക്ഷങ്ങളുണ്ട്. 3 പ്രാവശ്യം മുഖ്യമന്ത്രിയായിരുന്ന O പനീർസെൽവത്തിന് ഇപ്പോൾ ആ പാർട്ടി
പാർട്ടിയിൽ വലിയ സ്ഥാനമാനങ്ങളൊന്നും ലഭിക്കുന്നില്ല എന്നുള്ളതാണ് മറ്റൊരു കാര്യം. അതുകൊണ്ട് തന്നെ BJP അവർക്ക് ഭയമുണ്ട് എന്നത് ആണ് രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തെ കാര്യം, AIADMKയിൽ മന്ത്രിക്കുപ്പായം തുന്നി വച്ചിരിക്കുന്ന ധാരാളം ആളുകളുണ്ട്. അവരെ ഈ BJPക്കും അതുപോലെ തന്നെ സഖ്യകക്ഷികൾക്കുമൊക്കെ സീറ്റ് കൊടുക്കാനായി അല്ലെങ്കിൽ മന്ത്രിയാക്കാനായി ഇവരുടെ സ്വപ്നങ്ങളെ ബലികഴിക്കേണ്ടി വരും. അത് പാർട്ടിക്കുള്ളിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്ന് അവർ വിലയിരുത്തുന്നു. അതുകൊണ്ടാണ് സഖ്യകക്ഷി സർക്കാർ ഉണ്ടാവില്ല എന്ന് DMK തീർത്തു പറയുന്നത്. പക്ഷേ എന്തായാലും തിരിച്ച് ഇപ്പോൾ തൽക്കാലം പ്രതികരണങ്ങളൊന്നും വേണ്ട എന്ന് BJP നേതൃത്വം അണികൾക്കും സംസ്ഥാന നേതാക്കൾക്കുമെല്ലാം നിർദ്ദേശം നൽകിയതുകൊണ്ട് മാത്രം തമിഴ്നാട്ടിലെ ഈ മുന്നണി NDA മുന്നണി താൽക്കാലികമായി ശാന്തതയിൽ പോവുകയുമാണ്. എന്തായാലും ഈ കൂട്ടുകക്ഷി സർക്കാർ ഉണ്ടാവില്ല എന്ന DMKയുടെ നിലപാട് ചില കണക്കുകൾ പരിശോധിച്ചാൽ അത് തിരുത്തി കുറിക്കേണ്ടി വരും എന്ന് തന്നെയാണ് മനസ്സിലാവുക. അതായത് 234 സീറ്റുകളാണ് സംസ്ഥാന അസംബ്ലിയിലുള്ളത്. അതുകൊണ്ട് തന്നെ 117 അംഗങ്ങളുടെ പിന്തുണ ആവശ്യമാണ്. 160-ലപ്പുറം സീറ്റുകൾ ഈ DMKയ്ക്ക് മത്സരിക്കാൻ ലഭിക്കില്ല. കാരണം 11% വോട്ടാണ് ഇപ്പോൾ BJPക്കുള്ളത്, തനിച്ച് ഒറ്റയ്ക്ക് നിൽക്കുമ്പോൾ BJPക്കുള്ളത്. അതുകൊണ്ട് തന്നെ BJPക്ക് മതിയായ എണ്ണം സീറ്റ് കൊടുത്തേ മതിയാവും. മറ്റൊരു പാർട്ടിയാണ് TVK ദിനകരൻ്റെ AMMK എന്ന പാർട്ടി. ആ പാർട്ടിയും DMKയിൽ നിന്ന് പിളർന്നു പോയ പാർട്ടിയാണ്. ആ പാർട്ടിക്ക് വളരെ ശക്തമായ ഒരു വോട്ട് ബേസ് ഉണ്ട് എന്നുള്ളതാണ്. കഴിഞ്ഞ 2021 തെരഞ്ഞെടുപ്പിൽ DMKയുടെ പരാജയത്തിന് മുഖ്യ പങ്ക് വഹിച്ചത് ഈ AMMK ആണ്. ഈ AMMK ഇപ്പോൾ NDA സഖ്യത്തിലാണ്. മാത്രമല്ല ഈ AMMK കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 17 സീറ്റുകളിലെങ്കിലും DMK സ്ഥാനാർത്ഥികളെ തോൽപ്പിച്ചത് ഇവരുടെ സ്ഥാനാർത്ഥികളാണ്. അതുകൊണ്ട് തന്നെ AMMKയും ഒരു ശക്തിയുള്ള ഒരു ഘടകകക്ഷി തന്നെയാണ്. അവർക്ക് സീറ്റ് കൊടുക്കേണ്ടി വരും, BJPക്ക് സീറ്റ് കൊടുക്കേണ്ടി വരും, മറ്റ് ഘടകകക്ഷികൾക്ക് സീറ്റ് കൊടുക്കേണ്ടി വരും. അങ്ങനെ വന്നാൽ 160-ൽ മത്സരിക്കുന്ന 160 സീറ്റുകളിലും 117-ലും ജയിക്കുക എന്നത് DMKയെ സംബന്ധിച്ചിടത്തോളം പ്രയാസമാണ്. അങ്ങനെ അത്രമാത്രം വലിയ തരംഗങ്ങളുണ്ടെങ്കിൽ മാത്രമേ അത് നടക്കുകയുള്ളൂ. അങ്ങനെ വന്നു കഴിഞ്ഞാൽ തീർച്ചയായും ഒരു NDA സർക്കാരിന് മാത്രമേ സാധ്യതയുള്ളൂ എന്നതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. തമിഴ്നാട് രാഷ്ട്രീയത്തിൽ ഒരു തെരഞ്ഞെടുപ്പ് ഇപ്പോൾ നടന്നാൽ തീർച്ചയായും വിദഗ്ധരുടെ വിലയിരുത്തൽ അനുസരിച്ച് ഈ പറയുന്ന DMK സർക്കാരിനെതിരെ ശക്തമായ വികാരമുണ്ട്. രാഷ്ട്രീയ കാലാവസ്ഥ AIADMKയ്ക്ക് അനുകൂലമാണ്. BJPയും മറ്റ് ഘടകകക്ഷികളും ഒപ്പം ചേർന്നാൽ തീർച്ചയായും വിജയം DMK സഖ്യത്തിന് അല്ലെങ്കിൽ NDA സഖ്യത്തിന് സുനിശ്ചിതവുമാണ്. ഈ ഒരു സാഹചര്യത്തിലാണ് ചില ആഭ്യന്തര പ്രശ്നങ്ങളിൽപ്പെട്ട് തമിഴ്നാട് രാഷ്ട്രീയം കുഴങ്ങി മറിയുന്നത്. തമിഴ്നാട് രാഷ്ട്രീയത്തിൽ NDA അധികാരത്തിൽ വന്നാൽ BJP മന്ത്രിമാരുണ്ടാകുമോ എന്ന് ഇപ്പോൾ എല്ലാവരും ഉറ്റുനോക്കുന്ന ഒരു കാര്യമാണ്. ഈ ഒരു മാറ്റമാണ് അമിത്ഷാ ആഗ്രഹിക്കുന്നത്. ഈ ഒരു കാരണം കൊണ്ട് തന്നെയാണ് തനിച്ചു നിൽക്കാം എന്ന് അണ്ണാമലൈ തീരുമാനമെടുക്കുന്നത്. എന്തായാലും തമിഴ്നാട് തെരഞ്ഞെടുപ്പ്, ഈ 2026 തെരഞ്ഞെടുപ്പ് വലിയ സസ്പെൻസുകൾ പൊളിയാൻ പോകുന്ന തെരഞ്ഞെടുപ്പാണ്. എല്ലാവരും ഉറ്റുനോക്കുന്ന ഒരു തെരഞ്ഞെടുപ്പായിരിക്കും. തീവാർന്ന പോരാട്ടം നടക്കുന്ന തെരഞ്ഞെടുപ്പായിരിക്കും. മുന്നണിക്കകത്ത് തന്നെ ഇത്തരത്തിലുള്ള വലിയ പ്രശ്നങ്ങൾ ഉള്ള സ്ഥിതിക്ക് തീർച്ചയായും തമിഴ്നാട് തെരഞ്ഞെടുപ്പ് എല്ലാവരും ഉറ്റുനോക്കുന്ന ഒരു തെരഞ്ഞെടുപ്പായി മാറുകയുമാണ്. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്. എഡ്യൂബിക്സ് ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ, ഫോക്കസ് ഫിസിയോതെറാപ്പി സെന്റർ പട്ടം, ഉന്നത് എഞ്ചിനീയറിംഗ് ഗുജറാത്ത്, തീർത്ഥയാത്ര.com, അയൺ ബിൽഡ് ഗുജറാത്ത്, PRS ഹോസ്പിറ്റൽ കിള്ളിപ്പാലം തിരുവനന്തപുരം. 5 തലമുറകളായി നിങ്ങൾക്കൊപ്പം. തുമ്പമൺ ശ്രീ വടക്കുംനാഥൻ ക്ഷേത്രം, അമ്പലക്കടവ്, പത്തനംതിട്ട. ശ്രീമദ് സ്കന്ദപുരാണ മഹാസത്രം 2025 മെയ് 11 മുതൽ 18 വരെ. ബ്രഹ്മശ്രീ മുംബൈ ചന്ദ്രശേഖര ശർമ്മയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ മഹാഗണപതി ഹോമം, സ്കന്ദപുരാണ പാരായണം, മഹത് പ്രഭാഷണങ്ങൾ, പൂജഹോമാദികൾ, കലാസാംസ്കാരിക പരിപാടികൾ. സത്രയജ്ഞ കർമ്മങ്ങളിലേക്ക് എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാദരം അഭ്യർത്ഥിക്കുന്നു. മഹാസത്രവേദിയിൽ മെയ് 18 പഴനി അരുൾമിക ദണ്ഡായുധപാണി സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ ശ്രീസെൽവ സുബ്രഹ്മണ്യ ശിവശാരിയാരുടെ മുഖ്യ കാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ സ്കന്ദഹോമം. സ്കന്ദമഹാപുരാണ സത്രത്തിന്റെ ആദിമധ്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയ കാഴ്ച തത്വമയി നെറ്റ്വർക്കിൽ.